PM ശ്രീ പദ്ധതിയിലെ സമവായം CPIയെ കബളിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നതും VD സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു. എന്താണ് ഈ മന്ത്രിസഭ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക, അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക. അത് CPI കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനിടെ PM ശ്രീ പദ്ധതിയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലിനെ അഭിനന്ദിച്ച് CPI രംഗത്തെത്തി. പദ്ധതി സംബന്ധിച്ച് പഠിക്കാൻ രൂപീകരിച്ച ഉപസമിതിയുടെ നടപടികൾ വൈകാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും ഈ നടപടികളെന്ന് തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മന്ത്രിസഭാ ഉപസമിതി അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. അങ്ങനെയെങ്കിൽ CPIയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനമെന്ന് പ്രതിപക്ഷമൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? വിശദാംശങ്ങൾ. ദിലീപ്, PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടി പുനരവലോകനം ചെയ്യുന്നതിന് വേണ്ടി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയാണ് 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചത്. ഉപസമിതിയുടെ നടപടികൾ ഇനി ആരംഭിച്ചാൽ മാത്രമേ ഈ പദ്ധതിയുടെ അവലോകനം എന്നുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. ആദ്യം ഉപസമിതി യോഗം ചേർന്ന് അവരുടെ ഒരു പ്രവർത്തന ഷെഡ്യൂൾ തീരുമാനിക്കണം. എന്നാൽ ഇതുവരെയും ഈ ഉപസമിതിയുടെ കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം, അതായത് സമയപരിധി പ്രവർത്തനത്തിന് നിശ്ചയിച്ചിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയോട് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹവും സമയപരിധിയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സമയപരിധിയൊന്നും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഉപസമിതിയുടെ പ്രവർത്തനം നീണ്ടുപോകാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ഉപസമിതി അതിൻ്റെ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം നേതാക്കന്മാർ, മന്ത്രിമാരെല്ലാവരും ഏതാണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. നവംബർ 5-നകം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും. അതോടുകൂടി പിന്നീട് ഒരു മാസം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടവും മറ്റ് പ്രചാരണ പരിപാടികളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഉപസമിതി വേഗത്തിൽ കൂടിയൊരു തീർപ്പാക്കണമെന്നുള്ള ഒരു നിഷ്കർഷയൊന്നും CPIക്കും ഇല്ല. കാരണം വേഗത്തിൽ ഈ കാര്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്താൽ അതുവരെയുള്ള മരവിപ്പിക്കൽ നടപടി റദ്ദാക്കി പിന്നെ പദ്ധതിയിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്ക CPIക്കുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഉപസമിതി കൂടി ഒരു നടപടിയിലേക്ക് കടക്കണമെന്ന ഒരു വ്യഗ്രത, അത്തരമൊരു താല്പര്യം CPIയും പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ നീണ്ടുപോകാനാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.